എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിന്റെ 81ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം അങ്കിളിനെ ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിന്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ KU മോഹൻ അങ്കിളാണ്. നമസ്കാരം അങ്കിൾ. നമസ്തേ ഡോക്ടർ വിജയൻ. വെൽക്കം ബാക്ക്. താങ്ക് യു സോ മച്ച്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം 80 എപ്പിസോഡ് നമ്മൾ ഇത്രയും ഒരു വലിയൊരു ജേർണി കഴിഞ്ഞിട്ട് 81ാമത്തെ എപ്പിസോഡിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സെൻറ്ററിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും തന്നെ മെഡിറ്റേഷനിൽ തോന്നിയിട്ടുള്ള ഒരു ചോദ്യം കൂടെ ആയിരിക്കും. നമ്മുടെ പ്രേക്ഷകർക്കും റെലവെന്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ചിന്തകൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകളാണോ? അതായത് നമ്മൾ ഈ ഒബ്സർവ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാനാണോ, അതോ ആ ഒരു ശൂന്യതയിൽ നിന്നും വരുന്ന ചിന്തകളിൽ ആ ശൂന്യതയാണോ ഞാൻ? അപ്പം ഇതിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, വളരെ പ്രായോഗികമായിട്ടുള്ള ചോദ്യം, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ വരുന്നു. അതേസമയം ചിന്തകൾ ഉയർന്നു വരുന്നതിനെ കുറിച്ച് ഉള്ള അവബോധം നമുക്കുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മുഴുകിപ്പോകുന്നു ധ്യാനത്തിൽ. അങ്ങനെ നമ്മൾ മുഴുകിപ്പോകുമ്പോഴും നമുക്കൊരു അവബോധമുണ്ട്, ഞാൻ മുഴുകിപ്പോയി എന്ന്. അപ്പോ ആരോ എന്നോട് പറയുന്നു ഞാൻ മുഴുകിപ്പോയി എന്ന്. ചോദ്യം ആരാണ് അയാൾ എന്നാണ് ചോദ്യം, അല്ലെ? അപ്പൊ ഇതിനെയാണ് നമ്മൾ ഉപനിഷത്തുകള് ആത്മൻ എന്ന് പറയുന്നത്. ആത്മനാണ് എല്ലാത്തിനെയും കാണുന്നത്, നിരീക്ഷിക്കുന്നത്, സാക്ഷിയാവുന്നത്. ഈ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന മാധ്യമമാണ് ബോധം. അപ്പൊ ബോധം എന്ന മാധ്യമത്തിലൂടെയാണ് ആത്മാവ് നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ സാക്ഷിയാവുന്നത്. അപ്പൊ ബോധത്തിലെ സങ്കീർണതകളുടെയും മാലിന്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്
നമ്മുടെ കാഴ്ചയുടെ വ്യക്തതയും അവ്യക്തതയും. ഇനി എന്താണ് നിരീക്ഷകനും സാക്ഷിയും തമ്മിലുള്ള വ്യത്യാസം? സാധാരണ നിലയ്ക്ക് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു സ്വഭാവമാണ് അല്ലെ? എല്ലാത്തിലും നമ്മൾ കക്ഷി ചേരും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇനി നമ്മൾ ധ്യാനം തുടങ്ങുന്ന സമയത്ത് നമ്മൾ കണ്ണടച്ച് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നമ്മൾ ആത്മപരിശോധന നടത്തുമ്പോൾ, നമ്മൾ ധ്യാനം ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എല്ലാത്തിലും ഇടപെടുന്ന സ്വഭാവമാണ് നമ്മളെ, കക്ഷി ചേരുന്ന സ്വഭാവമാണ് നമ്മളെ. അപ്പോൾ സാവധാനം നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഈ കക്ഷി ചേരുന്ന അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്വഭാവത്തിൽ നിന്ന് നമ്മൾ പതുക്കെ നിരീക്ഷകനായിട്ട് മാറും. അതൊരു പരിവർത്തനമാണ്. പങ്കെടുക്കുന്ന ആളിൽ നിന്ന് നിരീക്ഷകനിലേക്കുള്ള യാത്ര. നമ്മുടെ നിരീക്ഷണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ശീലവിധേയത്വങ്ങൾ, നമ്മുടെ സംസ്കാരങ്ങൾ, നമ്മുടെ കർമ്മഫലങ്ങൾ. ഇത് വ്യത്യസ്തമായ കളറുള്ള കണ്ണട വെച്ച് നമ്മൾ റോസാപ്പൂവിനെ നോക്കുന്ന പോലെയാണ്. എല്ലാ കണ്ണാടകളും നീക്കം ചെയ്യുമ്പോഴാണ് യാഥാർത്ഥ്യം അതുപോലെ കാണുന്നത്. അപ്പോ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മൾ നിസ്സംഗഭാവത്തിൽ ഈ കാര്യത്തിനെ കാണാൻ ശ്രമിക്കുന്നു. അപ്പൊ നിസ്സംഗഭാവത്തിൽ ഒരു കാര്യം കണ്ട ആളെയാണ് നമ്മൾ സാക്ഷി ചെയ്യുന്നത്. അപ്പോ നിരീക്ഷകനിൽ നിന്ന് സാക്ഷിയിലേക്ക് നമ്മൾ പരിവർത്തനപ്പെടും, പരിണാമം. അപ്പോ പങ്കെടുക്കുന്ന ആളിൽ നിന്ന് നിരീക്ഷകനിൽ നിന്ന് സാക്ഷിയിലേക്കുള്ള യാത്ര. പാർട്ടിസിപ്പന്റ് ടു ഒബ്സർവർ ടു വിറ്റ്നസ്. ഇതിനാണ് നമ്മൾ ആത്മീയ യാത്ര എന്ന് പറയുന്നത്. പതഞ്ജലി മഹർഷി അതിനെ സ്വാധ്യായം എന്ന് പറയും. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റഡി. അപ്പോൾ നമ്മൾ ആത്മപരിശോധന ചെയ്യുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. അപ്പോൾ സ്വാധ്യായം എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുന്ന ആളിൽ നിന്ന് നിരീക്ഷകനിലേക്കും നിരീക്ഷകനിൽ നിന്ന് സാക്ഷിയിലേക്കുള്ള യാത്ര. അപ്പൊ അദ്ദേഹം അതിനെ 3 സ്റ്റെപ്പായിട്ട് പറയാം. അതായത് തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണീതാനം. തപസ്സിലാണ് തുടങ്ങുന്നത്. തപസ് എന്ന് പറഞ്ഞാൽ ധ്യാനം. ധ്യാനത്തിൽ നമ്മൾ തുടങ്ങുന്നു. സാവധാനം നമ്മൾ സ്വാധ്യായത്തിലേക്ക് കിടക്കുന്നു. സ്വാധ്യായം എന്താ നമ്മൾ പറഞ്ഞു? അതായത് നമ്മൾ പങ്കെടുക്കുന്ന കക്ഷിയിൽ നിന്ന് നിരീക്ഷകനിലേക്കും സാക്ഷിയിലേക്കുള്ള യാത്ര. അടുത്ത സ്റ്റെപ്പ് ഈശ്വര പ്രണീധാനം. ഈശ്വര പ്രണീധാനം എന്ന് പറഞ്ഞാൽ പരിപൂർണ ശരണാഗതി ഭാവം. ഇങ്ങനെയാണ് അദ്ദേഹം ഇതിനെ വ്യക്തമാക്കുന്നത്. അദ്ദേഹം തന്നെ മറ്റൊരു ഉദാഹരണം പറയും. നമ്മൾ ഒരു റോസാപ്പൂ കാണുന്നു. സാധാരണ എന്താ ചെയ്യുക? നമ്മൾ പങ്കെടുക്കുന്ന സ്വഭാവനെ അതിൻ്റെ അടുത്ത് പോയി അതിനൊന്ന് മണപ്പിച്ച് നോക്കും, പൊട്ടിച്ചെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാതെ. അപ്പോൾ നമ്മൾ അതിൽ ഇടപെട്ടു. അതാണ് പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത്. പതുക്കെ നമ്മൾ സ്വാധ്യായമൊക്കെ ശീലിച്ച ആളാണെങ്കിലോ നമ്മൾ അതിനെ കണ്ട് ആസ്വദിക്കും, ആലോചിക്കും. ഈ പുഷ്പം എന്ന് പറയുന്നത് ദൃശ്യമാണ്, കാഴ്ചയാണ്. കാണുന്ന ആള്, എൻ്റെ കണ്ണ് അത് കാണുന്നു. അപ്പോൾ കാണുന്ന ആള് ദൃഷ്ടാവ് എന്ന് പറയും. പതഞ്ജലി മഹർഷി അതിനെയാണ് ദൃഗ്ദൃശ്യ വിവേകം എന്ന് പറയാം. ദൃഷ്ടാവും ദൃശ്യങ്ങളും, അതാണ് ഈ ലോകത്തിലുള്ളത്, വേറെ ഒന്നുമില്ലല്ലോ. അതായത് ദൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ കാണുന്ന ആള്, ദൃശ്യം എന്ന് പറഞ്ഞാൽ കാണുന്ന കാഴ്ച. അപ്പൊ എൻ്റെ കണ്ണാണ് ദൃഷ്ടാവ്, പുഷ്പം, റോസാപ്പൂവ് ദൃശ്യം. നമ്മൾ ഒന്നുകൂടി ആഴത്തിൽ പരിശോധിച്ചാൽ കണ്ണാണോ വാസ്തവത്തിൽ ദൃഷ്ടാവ്? അല്ല, കണ്ണിന്റെ പിന്നിൽ ഒരു മനസ്സുണ്ട്. അപ്പൊ മനസ്സാണ് ദൃഷ്ടാവ്. പുഷ്പം ദൃശ്യമാണ്, അതുപോലെ കണ്ണും ദൃശ്യമാണ് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇനി മനസ്സാണോ യഥാർത്ഥത്തിൽ ദൃഷ്ടാവ്? അല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു
മനസ്സിന്റെ പിന്നിലൊരു ആത്മാവുണ്ട്. ആത്മാവാണ് എല്ലാം കാണുന്നത്, നമ്മൾ പറഞ്ഞില്ലേ, എല്ലാം നിരീക്ഷിക്കുന്നത്, എല്ലാത്തിനും സാക്ഷിയാവുന്നു. അപ്പൊ ആത്മാവാണ് ദൃഷ്ടാവ്. മനസ്സ് ദൃശ്യമാണ്. മനസ്സിലെ ചിന്തകളും ദൃശ്യങ്ങളാണ്. നമ്മുടെ കണ്ണ് ദൃശ്യമാണ്, പുഷ്പം ദൃശ്യമാണ്. അതായത് നമ്മുടെ ശരീരവും മനസ്സും പഞ്ചഭൂതങ്ങളും ഈ പ്രപഞ്ചം മുഴുവൻ ദൃശ്യങ്ങളാണ്. ആത്മാവ് ദൃഷ്ടാവ്. അതിനെയാണ് യഥാർത്ഥ ദൃഗ്ദൃശ്യ വിവേകം എന്ന് പതഞ്ജലി മഹർഷി പറയും. അതിനെ ധ്യാനജ ചിത്തം എന്ന് പറയും, അല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. ഇനി പതഞ്ജലി മഹർഷി തന്നെ മറ്റൊരു ഉദാഹരണം പറയും. രാത്രിയിൽ നമ്മൾ ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു. പൗർണമി ദിവസമാണെങ്കിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കും. താഴെ ഒരു തടാകം. ആ തടാകത്തിൽ ഈ ചന്ദ്രബിംബം പ്രതിഫലിക്കും. ഈ തടാകത്തിലെ ജലം നിശ്ചലവും പരിശുദ്ധവുമാണെങ്കിൽ ഈ പ്രതിബിംബം ഏതാണ്, യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതായത് യാഥാർത്ഥ്യം അതേ രീതിയിൽ ഈ മാധ്യമത്തിൽ പ്രതിഫലിക്കുന്നു. മാധ്യമം നിശ്ചലവും പരിശുദ്ധവുമാണ്. അതുപോലെ നമ്മുടെ ബോധം എന്ന മാധ്യമത്തിലൂടെയാണ് ആത്മാവ് സാക്ഷിയാവുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബോധം നിശ്ചലവും പരിശുദ്ധവുമാണെങ്കിൽ യാഥാർത്ഥ്യം അതിൽ അതുപോലെ പ്രതിഫലിക്കും. ഇനി രാമായണത്തിലെ ഒരു രസകരമായിട്ടുള്ള ഒരു രംഗമുണ്ട്, ഇത് കുറച്ചും കൂടി വ്യക്തമാക്കാം. തുളസീദാസ് മഹാകവിയല്ലേ, അദ്ദേഹം രാമായണം പുനരാവിഷ്കരിക്കുകയാണ്, വീണ്ടും എഴുതുകയാണ്. അപ്പോൾ രാമായണം എവിടെ പുനരാവിഷ്കരിക്കുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും അവതരിപ്പിക്കുമ്പോഴും ഹനുമാൻജി അവിടെ സന്നിഹിതനായിരിക്കും. അദ്ദേഹം ചിരഞ്ജീവിയാണ്, ശ്രീരാമ ഭക്തനാണ്. ഒരു മരത്തിന്റെ അടിയിലിരുന്ന് തുളസീദാസ് ഇത് എഴുതിക്കൊണ്ടിരിക്കുക. മരത്തിന്റെ മുകളിൽ ഹനുമാൻജി ഇരിക്കുന്നുണ്ട് ഇത് നോക്കിക്കൊണ്ട്. അപ്പോ എഴുതുന്ന സന്ദർഭം ഇതാണ്. അതായത് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിലെ അശോകവനത്തിൽ താമസിപ്പിച്ചിരിക്കുക. അപ്പോ ആ രംഗമാണ് ഇദ്ദേഹം വർണ്ണിക്കുന്നത്. അപ്പോ അശോകവനത്തിനെ വർണ്ണിക്കുകയാണ്. അപ്പൊ അശോകവനത്തിലെ പുഷ്പങ്ങളെല്ലാം വെളുത്ത പുഷ്പങ്ങളായിരുന്നു എന്ന് അദ്ദേഹം എഴുതി. ഇത് കേട്ട ഉടനെ മുകളിൽ നിന്ന് ഹനുമാൻജി താഴെ ഇറങ്ങി. അദ്ദേഹം പറഞ്ഞു, മഹാകവി, അങ്ങേക്ക് ഒരു ചെറിയ തെറ്റുപറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ അവിടെ സന്നിഹിതനായിരുന്ന ആളാണ്. ഈ അശോകവനത്തിലെ പുഷ്പങ്ങൾക്ക് ചുവപ്പ് നിറമായിരുന്നു, അത് ഞാൻ കണ്ടതാണെന്ന്. അപ്പൊ അവർ തമ്മിൽ തർക്കായി. തുളസീദാസ് പറഞ്ഞു, ഞാൻ വെളുത്ത പുഷ്പങ്ങളായിരുന്നു എൻ്റെ ദൃഷ്ടിയിൽ കണ്ടത്. പലരോടും ചോദിച്ചു, ചിലർ ചുവപ്പാന്ന് പറഞ്ഞു, ചിലർ വെള്ള പുഷ്പങ്ങളാന്ന് പറഞ്ഞു. അവസാനം അവര് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിച്ചു. ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ശ്രീരാമൻ പറയും, അശോകവനത്തിലെ പുഷ്പങ്ങള് വാസ്തവത്തിൽ വെളുത്ത പുഷ്പങ്ങളായിരുന്നു. വെളുത്ത പുഷ്പങ്ങളാണ്, അതാണ് യാഥാർത്ഥ്യം. ഈ സീതാദേവിയുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം രാവണനാണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ഹനുമാന് കോപം വന്നു. അദ്ദേഹത്തിന്റെ കോപം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ കലങ്ങി ചുവന്ന് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ പുഷ്പം ചുവപ്പ് പുഷ്പങ്ങളായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. അതായത് മാധ്യമത്തിലെ സങ്കീർണതകളും മാലിന്യങ്ങളും നമ്മുടെ കാഴ്ചയെ ബാധിക്കും. ഇനി ഇന്ന് മോഡേൺ സയൻസ്, പ്രത്യേകിച്ച് ക്വാണ്ടം ഫിസിക്സ്, ഇതിനെ തെളിയിക്കുന്നുണ്ട്. അതായത് പ്രപഞ്ചത്തിന്റെ ആത്യന്തികമായ ഘടന കണികയാണോ തരംഗമാണോ എന്നുള്ള
ശാസ്ത്രജ്ഞന്മാരുടെ വ്യത്യസ്തമായ അഭിപ്രായം. ചിലർ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചു, മറ്റു ചിലർ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചു. ക്വാണ്ടം ഫിസിക്സ് വന്നപ്പോഴാണ് ശാസ്ത്രജ്ഞന്മാര് മറ്റൊരു രീതിയിൽ പറയാൻ തുടങ്ങി. അതായത്, നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കണികയും നിരീക്ഷിക്കാത്തപ്പോൾ തരംഗവുമാണ്. അതായത് ഒരു സങ്കീർണമായ യാഥാർത്ഥ്യമാണത്. അതായത് നിരീക്ഷകൻ നിരീക്ഷിക്കുന്ന വസ്തുവിൽ ഇടപെടുന്നു. ഒബ്സർവർ ഇന്റർഫിയർ വിത്ത് റിയാലിറ്റി. അതാണ് ക്വാണ്ടം ഫിസിക്സ് ഇപ്പോൾ തെളിയിച്ചിട്ടുള്ളത്. ബാപ്ജി മഹാരാജ് ഇതിനെ വളരെ ലളിതമായിട്ട് പറയും. അദ്ദേഹം പറയും, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്നു സങ്കല്പിക്കുക. അതിന്റെ മുമ്പിൽ പച്ച നിറത്തിലുള്ള ഒരു കണ്ണാടി വെച്ചു. അതിന്റെ തൊട്ട് പിന്നിലായിട്ട് കറുപ്പ് നിറത്തിലുള്ള ഒരു കണ്ണാടി, അതിന്റെ പിന്നിൽ വെളുത്ത നിറത്തിലുള്ള ഒരു കണ്ണാടി, അതിന്റെ പിന്നിൽ ചുവപ്പ് നിറത്തിലുള്ള ഒരു കണ്ണാടി, അതിന്റെയും പിന്നിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു കണ്ണാടി. ഈ മഞ്ഞ നിറത്തിലുള്ള കണ്ണാടിയുടെ പിന്നിൽ നിന്ന് നമ്മൾ ഈ മെഴുകുതിരി കത്തുന്നത് ദർശിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും കാണുന്നത്? യാഥാർത്ഥ്യം വളരെ വ്യത്യസ്തമായിരിക്കും, അല്ലേ? ഓരോ കണ്ണാടിയും നീക്കം ചെയ്യുന്ന സമയത്ത് കൂടുതൽ വ്യക്തത വരുന്നു നമ്മുടെ ദർശനത്തിന്. എല്ലാ കണ്ണാടികളും നീക്കം ചെയ്യുമ്പോൾ യാഥാർത്ഥ്യം അതേപടി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണ് അദ്ദേഹം ഹൃദയമണ്ഡലത്തിനെ വിശദീകരിക്കുന്നത്. ഹൃദയമണ്ഡലത്തിലെ ആദ്യത്തെ 5 ചക്രങ്ങളാണ് ഞാനിപ്പോൾ ഈ കണ്ണാടികൾ എന്ന് പറഞ്ഞത്. ഭൂമി, ആകാശം, അഗ്നി, ജലം, വായു. ഭൂമി എന്നുള്ള ചക്രത്തിന് മഞ്ഞ നിറമായിട്ടാണ് ബാപ്പുജി മഹാരാജ് വിശദീകരിക്കുന്നത്. അതിലൂടെ ബോധം കടന്നു പോകുമ്പോൾ മഞ്ഞ നിറത്തിലാണ് അദ്ദേഹത്തിന് അത് ദൃശ്യമായത്. ആകാശം എന്നുള്ള പഞ്ചഭൂതത്തിന് ചുവപ്പ് നിറം, അഗ്നിക്ക് വെള്ള നിറാണ്, ജലം അതിന് കറുപ്പ് നിറാണ്, വായു 5-മത്തത് അത് പച്ച നിറാണ്. അതാണ് ഈ 5 കണ്ണാടി. ഈ രീതിയിലാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത്. അതായത് ആത്മാവാണ് എല്ലാത്തിനും സാക്ഷി. ആ സാക്ഷിയാവാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണ് ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നസ്. ബോധത്തിന്റെ സങ്കീർണതകളുടെയും പരിശുദ്ധി, സങ്കീർണത അല്ലെങ്കിൽ മാലിന്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാണുന്ന കാഴ്ചയുടെ വ്യക്തതയും അവ്യക്തതയും. അതായത് നമ്മുടെ അവബോധത്തിന് വ്യത്യസ്തമായ ലെയറുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗായത്രി മന്ത്രത്തില് ധീമഹി ധിയോയോന പ്രചോദയ എന്ന് പറയും. ധീ എന്നുള്ളത് 2 പ്രാവശ്യം ആവർത്തിക്കുന്നു. ധീ എന്ന് പറഞ്ഞാൽ ബോധത്തിന്റെ ഉന്നതമായ അവസ്ഥ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ധ്യാനത്തിന് ധീ പ്ലസ് യാൻ എന്ന് പറയുന്നത്. യാൻ എന്ന് പറഞ്ഞാൽ ആ ഉന്നതമായ ബോധത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മളെ വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനം. അതായത് ധ്യാനം നമ്മെ പടിപടിയായി ബോധത്തിന്റെ അല്ലെങ്കിൽ വിവേകത്തിന്റെ അധി എന്നുള്ള അവസ്ഥയിലേക്ക് പടിപടിയായി വഹിച്ചു കൊണ്ടുപോകും. അപ്പൊ അധി എന്നുള്ള ഉന്നതമായ അവസ്ഥയും നമ്മുടെ ഇപ്പോഴത്തെ അവബോധവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബോധത്തിനെ എങ്ങനെയാണ് നിർവചിക്കുക? നമുക്ക് എത്രമാത്രം അവബോധമുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അവബോധമില്ല, അതിൻ്റെ ആകത്തുകയാണ്. കോൺഷ്യസ്നസ് ഇസ് എ ഡിഗ്രി ഓഫ് അവെയർനെസ് ആൻഡ് അൺഅവെയർനെസ്. അപ്പൊ ധ്യാനത്തില് ഒറ്റയടിക്ക് നമുക്ക് ഈ ഉന്നതമായ ധീ എന്നുള്ള ബോധത്തിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് സാക്ഷിയാവാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ദർശിക്കാൻ സാധ്യമല്ല, നിരീക്ഷിക്കാൻ സാധ്യമല്ല. ഉദാഹരണത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബോധം, അദ്ദേഹം സാക്ഷിയാവുന്ന ബോധം നമ്മൾ സങ്കല്പിക്കുക. അദ്ദേഹമാണല്ലോ ഭഗവത്ഗീത നമുക്ക് പ്രദാനം ചെയ്തത്. ഭഗവത്ഗീത എന്ന് പറയുന്നത് എല്ലാ ഉപനിഷത്തുകളുടെയും സാരസംഗ്രഹമാണ്. അദ്ദേഹം
മഹാഭാരത യുദ്ധം നയിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിച്ചു. അങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ സാക്ഷിയാവുന്ന ബോധം, ആ ബോധവും ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ബോധവും തമ്മിൽ, ട്രംപ് സാക്ഷിയാവുന്ന ബോധവും വളരെ വ്യത്യാസമില്ലേ? എന്താണ് അതിന് കാരണം? ഈ ബോധം എന്ന മാധ്യമത്തിലുള്ള സങ്കീർണതകളും മാലിന്യങ്ങളുമാണ് അതിന് കാരണം. ഹാർട്ട്ഫുൾനെസ്സിൽ അതിനാണ് ശുദ്ധീകരണം അല്ലെങ്കിൽ ക്ലീനിങ്. ക്ലീനിങ് ഹാർട്ട്ഫുൾനെസ്സിൽ 3 വ്യത്യസ്ത ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദിവസേന നമ്മളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ നമ്മൾ അന്ന് തന്നെ വൈകുന്നേരം ശുദ്ധീകരിക്കും, അരമണിക്കൂർ നേരം. നമ്മളുടെ ചിന്ത കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മളിൽ, നമ്മുടെ ബോധത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളും സങ്കീർണതകളും. അന്ന് അത് നീക്കം ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അത് ആഴ്ന്നിറങ്ങി അവിടെ സെറ്റിൽ ചെയ്യും. പിന്നീട് അത് റിസപ്റ്റർമാരുടെ സഹായം തേടണം നമുക്ക് അത് നീക്കം ചെയ്യാൻ. നമുക്ക് സ്വയം നീക്കം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പ്രിസെപ്റ്റേഴ്സുമായിട്ടുള്ള ഇൻഡിവിജ്വൽ സിറ്റിംഗ്. ഇപ്പോൾ പകൽ സമയത്ത് നമ്മൾ എന്തെങ്കിലും വൈകാരികമായ ഒരു സാഹചര്യത്തിൽ ചെന്നുപെട്ടു, നമ്മളുടെ ഹൃദയം ഹെവി ആയി എന്നായിരിക്കും, ഒരു ഘനീഭാവം വന്നു ഹൃദയത്തിന്. രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഘനീഭാവം പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഘനീഭാവം അല്ലെങ്കിൽ ഹെവിനെസ് നമ്മളെ വിട്ടുപോയി. പക്ഷേ ഈ ഘനീഭാവം നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴ്ന്നിറങ്ങി അവിടെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഉപബോധ മനസ്സിൽ സെറ്റിൽ ചെയ്തുകൊണ്ട് അതിന് ബോധ മനസ്സിലുള്ളതിനേക്കാൾ ശക്തമായ രീതിയിൽ നമ്മുടെ ഭാവിയെ സ്വാധീനിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പ്രിസെപ്റ്റർമാരുമായിട്ടുള്ള സിറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് തുടങ്ങുന്ന വരെയുള്ള ഈ ജന്മത്തിലെ എല്ലാ മുദ്രകളുടെയും ഉത്തരവാദിത്വം റിസപ്റ്റർമാർക്കാണ് ശുദ്ധീകരിക്കാൻ. ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ആർജിച്ച കർമ്മഫലങ്ങളും സംസ്കാരങ്ങളും സങ്കീർണതകളും ഞായറാഴ്ച തോറുള്ള സത്സംഗങ്ങളിലൂടെയും മാസ്റ്ററുമായിട്ടുള്ള സത്സംഗത്തിലും ഭണ്ഡാരകളിലും മാസ്റ്റർ നേരിട്ട് നീക്കം ചെയ്യും. അതുകൊണ്ടാണ് ആ 3 വ്യത്യസ്ത ലെവലുകളിലായിട്ടാണ് ക്ലീനിങ് നടക്കുന്നത്. അപ്പോൾ ഒന്ന് മറ്റൊന്നിന് പകരം വെക്കാനുള്ളതല്ല. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിലെ എല്ലാ പരിശീലനവും, ഇപ്പോൾ നമ്മുടെ ദിവസേനയുള്ള നമ്മുടെ പരിശീലനം, റിസപ്റ്റർമാരുമായി ആഴ്ചയിൽ 1-2 സിറ്റിംഗ്, ഇൻഡിവിജ്വൽ സിറ്റിംഗ്, ഞായറാഴ്ച തോറുള്ള സത്സംഗം, അതുപോലെ മാസ്റ്ററുമായിട്ടുള്ള സത്സംഗം, എല്ലാം ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രാക്ടീസും പരസ്പര പൂരകങ്ങളാണ്, കോംപ്ലിമെൻ്ററി ആണ്. ഒന്നും നമുക്ക് മാറ്റിവെക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ക്ലീനിങ് എന്നുള്ള ടെക്നിക്ക് നമുക്ക് അറിയാന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും അത് അറിയില്ല. ഏറ്റവും ഹിതകരമായ രീതി എന്ന് പറയുന്നത് ഈ മുദ്രകൾ അല്ലെങ്കിൽ സങ്കീർണതകൾ രൂപപ്പെടാത്ത രീതിയിൽ ജീവിക്കുക എന്നുള്ളത്. അതിനാണ് ഹാർട്ട്ഫുൾനെസ്സിലെ മറ്റൊരു മനോഹരമായ പരിശീലനം നിരന്തര സ്മരണം. അപ്പോ നമ്മളിലേക്ക് സംപ്രേഷണം ചെയ്ത് നമ്മളെ പടിപടിയായി നമ്മുടെ ബോധത്തെ ഉയർത്തി ധി എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന മാസ്റ്ററെ അല്ലെങ്കിൽ ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണയിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുമ്പോൾ നമ്മളിൽ സങ്കീർണതകളും മാലിന്യങ്ങളും രൂപപ്പെടുന്നില്ല. അതിനാണ് നമ്മൾ നിരന്തര സ്മരണ എന്ന് പറയും. അതെങ്ങനെയാണ് നമ്മൾ പരിശീലിക്കുക? നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിൻ്റെ മുമ്പേ നമ്മുടെ ഹൃദയത്തെ മാസ്റ്റർ ഹൃദയമായി കണക്ട് ചെയ്യും. അദ്ദേഹത്തെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ചെയ്യുന്നു എന്നുള്ള സങ്കല്പത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നമ്മൾ നിർവഹിക്കും. അതാണ് നിരന്തര സ്മരണയുടെ പ്രായോഗിക പരിശീലനം. ഇനി നമ്മളുടെ ചിന്തകളും പ്രവൃത്തികളും അതുപോലെ പെരുമാറ്റ രീതിയും മറ്റുള്ളവരിൽ സംസ്കാരം രൂപപ്പെടാൻ പര്യാപ്തമാണ്. അപ്പോൾ നമ്മുടെ സ്വഭാവവും
പെരുമാറ്റ രീതിയും സംസാരവും കൊണ്ട് മറ്റുള്ളവരിൽ മുദ്രകൾ രൂപപ്പെടാതിരിക്കാവുന്ന ആയിരിക്കണം നമ്മുടെ പെരുമാറ്റം അല്ലെങ്കിൽ സംസാരം. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാനായിരിക്കണം. അതിനാണ് നമ്മൾ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഹൃദയംഗമമായ ആശയവിനിമയം എന്ന് പറയും. അതായത് കരുണ, ദയ, അനുകമ്പ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഹൃദയങ്ങൾ തമ്മിലുള്ളൊരു താളലയം, അതാണ് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഹൃദയംഗമമായ ആശയവിനിമയം എന്ന് പറയും. അപ്പൊ നമ്മൾ കഠിനമായ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ, കരുണയില്ലാത്ത വാക്കുകൾ, ദയയില്ലാത്ത വാക്കുകൾ, സ്നേഹമില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരിൽ മുദ്രകൾ ഉണ്ടാക്കാൻ പര്യാപ്തമാവും. കാരണം മറ്റുള്ളവർക്ക് ഈ ക്ലീനിങ് ടെക്നിക്ക് അറിയില്ല എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ബോധവാനമാണ്. ഇനി ചില സന്ദർഭങ്ങളിൽ നമ്മൾ സ്നേഹപൂർവ്വം പെരുമാറിയാലും മറ്റുള്ളവരിൽ മുദ്രകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് സ്ത്രീ പുരുഷന്മാരെ വളരെ ക്ലോസ് ആയിട്ട് ഇടപെടാന്ന് വിചാരിക്കാം. ഇപ്പൊ സ്ത്രീകൾ ആത്മീയ അന്വേഷകരാണ്, അവർക്ക് ഈ പ്രാക്ടീസൊക്കെ അറിയാം, ധ്യാനം ചെയ്യുന്നവരാ നിൽക്കുക. അപ്പൊ അവര് നമ്മുടെ സഹോദരന്മാരല്ലേ എന്ന് വിചാരിച്ച് സ്നേഹത്തോടെ, കരുണയോടെ, ദയയോടെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ സഹോദരൻ ചിലപ്പോൾ മറ്റു പല ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം സഹോദരിമാരെ നോക്കുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ മുദ്രകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്, അവരുടെ ഉറക്കം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാനായിരിക്കണം. അപ്പോ മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിക്കാത്ത രീതിയിൽ പെരുമാറണം, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാനായിരിക്കണം. അതുകൊണ്ട് ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ ബോധപൂർവം ജീവിക്കണം, അല്ലെങ്കിൽ കോൺഷ്യസ് ലിവിങ് എന്ന് പറയും. അവർക്ക് ക്ലീനിങ് ടെക്നിക്ക് അറിയില്ല എന്നുള്ളതിനെ കുറിച്ചും നമുക്കൊരു അവബോധം ഉണ്ടാവും. അപ്പോൾ കഠിനമായ ഭാഷ പ്രയോഗിക്കുകയാണെങ്കിലും സ്നേഹപൂർവമായിട്ടുള്ള ഭാഷ പ്രയോഗിക്കുകയാണെങ്കിലും അത് മറ്റുള്ളവരിൽ മുദ്രകൾ ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ബോധവാനാവും. ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന നേരത്ത് കാറൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൽ ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. ബാബുജി മഹാരാജ് അദ്ദേഹത്തിന്റെ പേരക്കുട്ടി ഡ്രൈവിംഗ് തുടങ്ങിയപ്പോൾ ബാബുജി മഹാരാജ് പേരക്കുട്ടിക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയും, നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റോഡിലുള്ള മറ്റു വാഹനങ്ങളുടെ ഡ്രൈവർമാരും റോഡിലുള്ള മറ്റാളുകളും പമ്പര വിഡ്ഢികളായിരിക്കാം എന്ന അനുമാനത്തിൽ ബോധപൂർവം നമ്മൾ ശ്രദ്ധയോടുകൂടി കാർ ഡ്രൈവ് ചെയ്യണം എന്ന് പറയുന്നത്. അതിന് പകരം ചെറിയൊരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്നോ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ക്ഷോഭിച്ച് മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മുടെ നിയന്ത്രണം പോവും, മറ്റുള്ളവരുടെ നിയന്ത്രണം പോവും, വലിയ അപകടത്തിലാവാൻ സാധ്യത. ഇതിനെ ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയും. അതായത് എല്ലാ സാഹചര്യത്തിലും നമ്മുടെ പെരുമാറ്റവും സംസാര രീതിയും മറ്റുള്ളവരിലും നമ്മളിലും മുദ്രകൾ ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാനായിരിക്കും, കോൺഷ്യസ് ആയിരിക്കണം. അപ്പോൾ ആത്മാവാണ് എല്ലാത്തിനും സാക്ഷി, അല്ലെങ്കിൽ എല്ലാം നിരീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം കാണുന്നത്. ബോധം എന്ന മാധ്യമത്തിലൂടെയാണ് ആത്മാവ് സാക്ഷിയാവുന്നത്, അല്ലെങ്കിൽ നിരീക്ഷകനാവുന്നത്. ഈ ബോധം എന്ന മാധ്യമത്തിലെ സങ്കീർണതകളും മാലിന്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ കാണുന്ന കാഴ്ചയിലെ വ്യക്തതയും അവ്യക്തതയും. താങ്ക് യു. നമസ്കാരം. താങ്ക് യു സോ മച്ച് അങ്കിൾ. ദാജി ഈ ഇടയായിട്ടുള്ള സ്പീച്ചുകളിലൊക്കെ തന്നെ പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് പറയുണ്ടായി. എന്തായാലും മോർണിംഗ് മെഡിറ്റേഷൻ, ഈവനിങ് ക്ലീനിങ്, ബെഡ് ടൈം പ്രയർ, ഈ 3 ബേസിക് ആയിട്ടുള്ള ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസസ് നമ്മുടെ ഡെയിലി റുട്ടീനിൽ മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിൽ. അപ്പൊ ഇന്നത്തെ അങ്കിളിന്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ അതിനെ ഒന്നും കൂടെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ല, നമ്മൾ ഒന്നും കൂടെ ആഡ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. അതായത് ഇപ്പൊ നമ്മൾ വിചാരിക്കും സിറ്റിംഗ് എടുത്തു അപ്പൊ ഇന്നിനി ക്ലീൻ ചെയ്യണ്ട, അങ്ങനെയല്ല. ഓരോ ആസ്പെക്റ്റിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം
അതെല്ലാം തന്നെ ഈ സാക്ഷിഭാവത്തിലെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഇൻഡിവിജ്വൽ പ്രാക്ടീസും അതേപോലെ തന്നെ പുരാണ കഥകളും ഒക്കെ ലിങ്ക് ചെയ്തിട്ട് സയന്റിഫിക് അലോങ് വിത്ത് സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണ്ടായി. അപ്പം ഉറപ്പായിട്ടും നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഇതിനെക്കുറിച്ച് വളരെ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് അഗൈൻ അങ്കിൾ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും തന്നെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്നൊന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യുക. ഹാർട്ട്ഫുൾനെസ്സിലെ ധ്യാനം എന്ന് പറയുന്നത് മനസ്സും ശരീരവും പൂർണ്ണമായും ഒരു വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവരിക. ഹാർട്ട്ഫുൾനെസ് റിലാക്സേഷൻ. ഭൂമാതാവിൽ നിന്നും ഒരു നേരിയ ഊർജം കാൽപാദങ്ങളിലൂടെ കടന്ന് ശിരസിന്റെ അഗ്രം വരെ വ്യാപിച്ച് ശരീരത്തിലെ ഓരോ പേശികളും പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാകുന്നതായി അനുഭവിക്കുക. ഈ ഹാർട്ട്ഫുൾനെസ് റിലാക്സേഷൻ 5 to 10 minutes ചെയ്തതിന് ശേഷം നമ്മുടെ ശ്രദ്ധ വളരെ മൃദുലമായി ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശമുണ്ടെന്നും ആ പ്രകാശം നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതായി അനുഭവിക്കുക. ഈ ധ്യാനാവസ്ഥ തുടരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തകൾ വരികയാണെങ്കിൽ നമ്മളോട് തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യുക, നമ്മൾ ധ്യാനിക്കുകയാണെന്ന്. തിരിച്ച് നമ്മുടെ ശ്രദ്ധയെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇന്നത്തെ യൂട്യൂബ് ലിങ്ക് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഇതേപോലൊരു 1/2 an hour 8:30 to 9 നമ്മൾ ധ്യാനം കണ്ടിന്യൂ ചെയ്യും. ഡിസ്കണക്ട് ചെയ്യും ആ സമയത്ത് യൂട്യൂബ്. അതിനുശേഷം യൂണിവേഴ്സൽ പ്രേയർ. എല്ലാ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന്റെ ഹൃദയത്തിലും സ്നേഹവും ശാന്തിയും യഥാർത്ഥമായ വിശ്വാസവും വളരുന്നു എന്നുള്ളൊരു സങ്കല്പത്തോടുകൂടി 9 to 9:15 യൂണിവേഴ്സൽ പ്രയർ കണ്ടിന്യൂ ചെയ്യണം. ഈ 2 കാര്യം നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോഴും യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്ത്. താങ്ക് യു. താങ്ക് യു.